മലബാറിലെ മുസ്ലിം ചെറുപ്പക്കാരിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേൾക്കണം. മക്കളെ, ഹറാമിൽ തുടങ്ങുന്ന ഏതൊരു കാര്യത്തിൻ്റെയും പര്യവസാനം ദുഃഖത്തിലും നിന്ദ്യതയിലുമാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത്. നമ്മൾ അവിടുത്തെ ജീവിതം തുടങ്ങുകയാണ്. ആ ദിവസം തന്നെ പടച്ചവന് പൊരുത്തപ്പെടാത്ത ഇമ്മാതിരി കോമാളിത്തരം ഹറാമെന്നുകൾ ചെയ്തു കൂട്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം സുന്ദര സുരഭിലമായ മുഹൂർത്തമാകുമെന്ന് ഒരാളും വിചാരിക്കണ്ട. പടച്ചവന് പൊരുത്തപ്പെടാത്ത രൂപത്തിലാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ പര്യവസാനം നിന്ദ്യതയിലും സങ്കീർണതയിലേ പോകുള്ളൂ. പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടില്ല, എല്ലാവർക്കും സുഖമല്ല ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വിചാരിച്ചാൽ, ഈ സാറ് പറഞ്ഞത് അലിൻ ജോസ് പെരേരയെ പോലെ ഉള്ള ഒരാളെ കൊണ്ടുവന്ന് മുസ്ലിം വിഭാഗങ്ങൾ ഇല്ലാതാക്കുവാണ്, അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുകയാണ്. ആണോ? അയാൾ വന്ന് ആ പവിത്രത നഷ്ടപ്പെട്ടു പോകുമോ? അയാൾ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് സെലിബ്രിറ്റിയാണ്. അവിടെ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് അയാളുടെ കഴിവിനെ അവിടെ പ്രകടിപ്പിച്ച് ആൾക്കാരെ സന്തോഷിപ്പിച്ച് വിടാൻ കൊണ്ടുവന്ന ഒരു സെലിബ്രിറ്റിയാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി കൊണ്ടുവന്ന് ഇത്രയും വലിയ ആൾക്കാരെ അഭിമുഖീകരിക്കണമെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ടാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാര്യം, ആ കാശ് മുടക്കിയ വീട്ടുകാർക്കില്ല, പാരൻസിനില്ല, കെട്ടുന്ന പയ്യനില്ല, കെട്ടിയ പെണ്ണിനുമില്ല. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ആ ജീവിതം തുടങ്ങിയത്. ഒരു ജീവിതം തുടങ്ങുമ്പോൾ ആരെയും കരയിപ്പിച്ചുകൊണ്ടല്ല, സന്തോഷിപ്പിച്ചുകൊണ്ടാണ്. ഒരാളെയല്ല, വീഡിയോ കാണുന്ന ഉൾപ്പെടെ എത്രയോ ആൾക്കാരുൾപ്പെടെ ഞാനുൾപ്പെടെ ഒരു നിമിഷം ഒന്ന് ചിരിയോടുകൂടിയാണ് ആ വീഡിയോ കണ്ടത്. അതാണോ നല്ലത്? എല്ലാവരെയും കരയിപ്പിച്ച് വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം വിഷമിപ്പിച്ചിട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഇതിലേതാണ്? പക്ഷേ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാര്യം, നമുക്ക് ഒരു തരത്തിലും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരാളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ മുന്നോട്ടുള്ള ജീവിതം നന്നായി പോകില്ല, നശിച്ചു പോവും, അത് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അതിനൊക്കെ പറയാനുള്ള ലൈസൻസ് ആര് കൊടുത്തത്? മറ്റൊരാളെ ജീവിതം നന്നാവോ നശിക്കുമോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതിന് ദൈവത്തിന് അതാണ് ജോലി. ഏത് മതത്തിലെ ദൈവമാണെങ്കിലും, ഇനി ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മതം പലരെ പല രീതിയിലും ജീവിക്കാൻ പറയുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. താങ്കൾക്ക് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ, മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ ആരെങ്കിലും തന്നിട്ടുണ്ടോ? അതിപ്പോൾ ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമുക്ക് പറയാം. പക്ഷെ അത് ആരും വിഷമിപ്പിക്കുന്ന കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഉദ്ദേശിച്ചില്ല. കാര്യം ഞാൻ വിചാരിക്കുന്നത്, നമ്മളെ കൊണ്ട് ആരെയും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ വിഷമിപ്പിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ അതല്ലേ ചെയ്തത്. ഇത്രയും സന്തോഷമായിട്ട് തുടങ്ങിയ ഒരു ജീവിതത്തിന് നിങ്ങൾ തുടക്കം മുതലേ അത് നശിച്ചു പോകും, നന്നായി പോകില്ല, ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അത് അവരുടെ പാരൻസോ വീട്ടുകാരോ കാണുമ്പോൾ അവർ തന്നെ കാണുമ്പോൾ ആലോചിക്കൂലേ എന്ത് വിഷമം തോന്നും അല്ലേ? നിങ്ങളെ അങ്ങനെ പറഞ്ഞ പ്രാഗ്യം നിങ്ങൾ വെറുതെ വിടും, എന്തിൻ്റെ പേരിലാണെങ്കിലും. അതിന് കൂട്ടു ദൈവത്തിനെ പിടിക്കണം. ദൈവം പറഞ്ഞോ കല്യാണത്തിന് അലിൻ ജോസിനെ വിളിച്ചാൽ ഞാൻ സഹകരിക്കൂല എന്ന് അങ്ങനെ പറഞ്ഞു? അല്ലെങ്കിൽ അലിൻ ജോസിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ സഹകരിക്കില്ല, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം ശരിയാവില്ലെന്ന് ദൈവം പറഞ്ഞു. ഏത് ദൈവമാണെങ്കിലും പറഞ്ഞു. കാശുള്ളവരെ ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്തിനാണ് ചുമ്മാ അവിടെ ചെന്ന് ചൊറിയാൻ പോകുന്നത്? വീഡിയോ ചെയ്യുന്നത്, മ്യൂസിക് ചെയ്യുന്നത് ഒന്നും നല്ലതാണോ? അതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ചെയ്തു തോന്നും? അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അപ്ഡേഷൻ ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അപ്ഡേഷൻ പാടില്ല. അലിൻ ജോസ് വന്നത് കാശ് മേടിച്ചിട്ട് വെറുതെ വന്ന് അവിടെ ചോറും കഴിച്ചിട്ട് പോയല്ലേ. കാശ് വാങ്ങിയിട്ട് അവനെ കൊണ്ട് പറ്റുന്ന പണിയെടുത്തിട്ട് അവൻ പോയി. നിങ്ങളത് കണ്ട് സന്തോഷിക്കുക. സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലിവ് ഇറ്റ്, ജസ്റ്റ് ലിവ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ കാരണം ആരും വിഷമിക്കാണ്ടിരിക്കുക. അപ്പം ശരി, ബായ്, ടാറ്റ. തെറി വിളിച്ചു, ഒരു കുഴപ്പമില്ല.